വീണ്ടും നമുക്കിങ്ങനെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രതികൂലങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ നാളെ എന്താണെന്ന് അറിയാതെ ഇരിക്കുന്ന സമയത്ത്, അങ്ങനെ ഒരു അൺസർട്ടനിറ്റിയുടെ മുമ്പിൽ നമ്മൾ ആയിരിക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ആശ്വാസം തരുന്ന ദൈവത്തിന്റെ വചനം, നമ്മുടെ വിശ്വാസം നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്ന സ്വർഗത്തിലെ നമ്മളുടെ ദൈവം, അവന്റെ പൊന്നുമുഖത്തേക്ക് നോക്കാൻ ഇന്ന് രാവിലെ വീണ്ടും നമ്മളെ കർത്താവ് സഹായിച്ചതോർത്ത് തന്ന കൃപയ്ക്കായിട്ട് കർത്താവിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിലെ ഓരോ ക്യാരക്ടറിനെ എടുത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഹാബേലിനെ കുറിച്ച്, നോഹ, ഹാനോക്ക്, യാക്കോബ്, ഇവരെ കുറിച്ചൊക്കെ നമുക്ക് അല്പാൽപമായിട്ട് ചിന്തിക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സഹായിച്ചു. ഇന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ ഇസഹാക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അബ്രഹാമിനെ കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കുവാനിടയായിട്ട് തീർന്നു. ഇന്ന് അധികം ആരും ശ്രദ്ധിക്കാത്ത, നമ്മൾ പോലും ഒരുപക്ഷെങ്കിൽ ശ്രദ്ധിക്കാതെ വിട്ടുകളയുന്ന ഒരു വ്യക്തികളെ കുറിച്ച് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 11-ാമത്തെ അധ്യായം, എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം 23-ാം വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 23. അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്: വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. അപ്പോൾ അവിടുത്തെ വിഷയം ആരാണ്? അവിടുത്തെ ഹീറോസ് ആരാണ്? അമ്മയപ്പന്മാർ, മോശയല്ല. മോശയെ കുറിച്ച് പിന്നീട് വരുന്നുണ്ട്. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. പേര് പോലും കൊടുത്തിട്ടില്ല. അവരുടെ പേര് പോലും അവിടെ ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ പേര് പോലും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെങ്കിൽ പേരില്ലെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവർ വിശ്വാസത്താൽ ചിലതൊക്കെ ചെയ്തു എന്ന്. അവർ വിശ്വാസത്താൽ ദൈവസന്നിധിയിൽ പ്രസാദകരമായ ഒരു ജീവിതം നയിച്ചു എന്ന് എബ്രായ ലേഖന കർത്താവ് അവരെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പേരിലല്ല പ്രസക്തി. നമ്മുടെ പേരെവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ, നമ്മളെ ആരെങ്കിലും പേര് ചൊല്ലി വിളിച്ചോ, എന്നെ ഓർത്തില്ല, അതിനേക്കാളൊക്കെ നമുക്കിന്ന് പ്രശംസിക്കാനും സന്തോഷിക്കാനും ഒന്നുള്ളത് അത് ദൈവം എന്നെയും നമ്മളെ ഓരോരുത്തരെയും എങ്ങനെ കാണുന്നു, എന്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമുണ്ടോ, അതേ വിശ്വാസത്താലുള്ള ഈ ഓട്ടത്തില് കർത്താവ് എങ്ങനെയാണ് അതിനെ കാണുന്നതെന്ന് നമുക്ക് ഇന്ന് രാവിലെക്കാലൊന്ന് നോക്കാം. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ച് വെച്ചു. എന്നാൽ തിരുവചനത്തിന്റെ മറ്റു ചില ഭാഗങ്ങളില് മോശയുടെ പേരൻസിനെ കുറിച്ച്, അമ്മയപ്പന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തില് അവിടെ അമ്മയപ്പന്മാർ ആരാണെന്നുള്ളതിന്റെ ഒരു രേഖ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സംഖ്യാപുസ്തകം 26-ന്റെ 58-59 വാക്യങ്ങളില് നമുക്ക് കാണാൻ സാധിക്കുന്നു അവരാരാണെന്നുള്ളത്. പുറപ്പാട് 6-ന്റെ 20 നമുക്ക് കാണാം, ലേവിയുടെ കുലങ്ങളാകുന്നു. അമ്രാം തന്റെ പിതാവിന്റെ സഹോദരിയായ യൊക്കേബിദിനെ വിവാഹം കഴിച്ചു. നോക്കണം, അമ്രാം വിവാഹം കഴിച്ചിരിക്കുന്നത് പിതാവിന്റെ സഹോദരി, അപ്പന്റെ പെങ്ങളെയാണ്. അപ്പോൾ അങ്ങനെ ഒരേ കുലത്തിലുള്ള 6-ന്റെ 20 അവരുടെ പേര് പറയുന്നുണ്ട്. ആരാണ് അമ്മയപ്പന്മാർ? അമ്രാമും യൊക്കേബേദും. അമ്രാമും യൊക്കേബേദും. സംഖ്യാപുസ്തകത്തിന്റെ 26, 58, 59 പറയുന്നുണ്ട്, ലേവ്യ കുടുംബങ്ങളാവിത് എന്ന് പറഞ്ഞിട്ട് കേഹാത്ത് അമ്രാമിനെ ജനിപ്പിച്ചു. അമ്രാമിന്റെ ഭാര്യയ്ക്ക് യക്കോബേദ് എന്ന പേര്. അവർ മിസ്രയീം ദേശത്ത് വെച്ച് ലേവിക്ക് ജനിച്ച മക്കൾ. അവൾ അമ്രാമിന് അഹ്രോനെയും മോശയെയും അവരുടെ സഹോദരിയായ മിരിയാമിനെയും പ്രസവിച്ചു. ഇങ്ങനെ പല ഭാഗങ്ങൾ അവരുടെ പേരുണ്ടെങ്കിലും എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ ഹോൾ ഓഫ് ഫെയ്ത്തില് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ വരുമ്പോഴേ പേരവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അവർക്ക് 3 മക്കളുണ്ടായിരുന്നു, അഹ്രോൻ, മോശ, മിരിയ. മോശയാണ് ഏറ്റവും ഇളയാള്. അഹ്രോൻ, മിരിയ, മോശ എന്നുള്ള ഓർഡറിൽ അങ്ങനെ പോകാനിടയായിട്ട് തീരും. അപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു മോശയുടെ ജനനത്തെ കുറിച്ചും മോശയെ എങ്ങനെയാണ് അവർ പ്രിസർവ് ചെയ്തതെന്നൊക്കെ 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളിൽ അന്നത്തെ സാഹചര്യങ്ങളും സൂതികർമ്മിണികൾ എങ്ങനെയാണ് എബ്രായ ശിശുക്കളെ അവര് രക്ഷിച്ചതെന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നു 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ.
അപ്പോൾ അവര് ഞാങ്ങണപ്പെട്ടകം ഉണ്ടാക്കിയെന്നും കീലും പശയൊക്കെ തേച്ച് നൈൽ നദിയിൽ കൊണ്ടുവച്ചെന്നും കാര്യങ്ങളൊക്കെ 11 വാക്യത്തിലുണ്ട്. എന്നാൽ ആ 11 വാക്യത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ വായിച്ചത്. ഏത്? എബ്രായർ 11:23 നമുക്ക് വായിക്കാനിടയായി തീർന്ന്. അവിടെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, അവർ രാജാവിന്റെ കൽപ്പനയെ അവർ ഭയപ്പെട്ടില്ല. പിന്നെയോ അവർക്ക് ഭയപ്പെടുവാൻ ഒരാളുണ്ടായിരുന്നത് ആരാ? ഇസ്രായേലിന്റെ പരിപാലകൻ, ഇസ്രായേലിന്റെ ദൈവത്തെ അവർ ഭയപ്പെട്ടു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ വാക്കുകൾ അവർ വിശ്വസിച്ചു. ഫറവോനെ, രാജാവിന്റെ കൽപ്പനയെ അവർ ഭയപ്പെട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനയ്ക്കും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കും അവർ മുൻതൂക്കം കൊടുത്തവരായിരുന്നു. ഇവരെന്തുകൊണ്ട് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ വരാനിടയായി തീർന്നു? ഒരു മാതാവും പിതാവും വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ കടന്നു വന്ന നിമിത്തം അതിന്റെ എൻഡ് പ്രോഡക്റ്റ് നമുക്ക് അറിയാം എന്താണെന്നുള്ളത്. ഒരു മോശ, ഒരു അഹരോൻ, ഒരു മിരിയാം. പേര് പോലും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു അപ്പന്റെ അമ്മയുടെ 3 മക്കളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവരുടെ ജീവിതത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇവരുടെ ജീവിതത്തിൽ ദൈവം കണ്ട ഒരു ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള ഒരു പ്രവൃത്തി എന്തായിരുന്നു? അവരുടെ കുടുംബ ജീവിതത്തിന്റെ പവിത്രത സൂക്ഷിച്ചവരാ. കുടുംബജീവിതത്തിന്റെ പവിത്രത അവർ സൂക്ഷിച്ചു. തന്നെയല്ല, എബ്രായ കുഞ്ഞുങ്ങളെ മുഴുവനും നൈൽ നദിയിൽ ഒഴുക്കി കളയും എന്ന് അവിടെ കൽപ്പന പുറപ്പെട്ട സമയത്താണ് ഇവിടെ മോശയുടെ ജനനം നടക്കുന്നത്. പിന്നെ ജൂയിഷ് ഡോക്യുമെന്റ്സിലൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിരിയാം ഒരു പ്രവാചകിയായിരുന്നു. അത് നമ്മുടെ തിരുവചനത്തിലുണ്ട്. മിരിയാം ഒരു പ്രവാചകിയായിരുന്നു. മിരിയാമിന്റെ പ്രവാചക ദൗത്യത്തിൽ കൂടി ആ പ്രവചന ആത്മാവില് മിരിയാം വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവത്തിൽ നിന്ന് ശബ്ദം കേൾക്കുന്നവളായിരുന്നു. അപ്പോൾ തന്നെ അവൾ മാതാപിതാക്കളോട് പറഞ്ഞിരുന്ന ഒരു പ്രവചനം ഉണ്ടായിരുന്നു. ഈ ഭവനത്തിൽ ഇനിയും പിറക്കാൻ പോകുന്ന കുഞ്ഞ് അവന് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായിരിക്കും, അവൻ ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കാനായിട്ട് ദൈവം കരങ്ങളിൽ ഉപയോഗിക്കും എന്ന് പറഞ്ഞ് മാതാവിനെയും പിതാവിനെയും ഭവനത്തെയും ബലപ്പെടുത്തിയിരുന്നു. ആര്? മിറിയാം. എന്നിങ്ങനെ നമുക്ക് പല ചരിത്ര പുസ്തകങ്ങളിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. തന്നെയല്ല, മിരിയാം ഒരു പ്രവാചകിയായിരുന്നു എന്നുള്ളത് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ വായിക്കാൻ ഇടയായിത്തീർന്നു. അപ്പോൾ ഇവിടെ ഈ മാതാവിനും പിതാവിനും ഉണ്ടായിരുന്ന പ്രത്യേകത എന്താണ്? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ഭവനത്തിലെ മാതാക്കളാണ്. നമ്മൾ ഇരിക്കുന്ന ഓരോരുത്തരും, നമുക്കെല്ലാവർക്കും മക്കളുണ്ട്. നമുക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ ഭവനത്തിൽ നിന്ന് ഒരു മോശ എഴുന്നേൽക്കണം, ഒരു അഹരോൻ എഴുന്നേൽക്കണം, ഒരു മിരിയാം എഴുന്നേൽക്കണം എന്ന് ആഗ്രഹമില്ലാത്ത ഒരൊറ്റ മാതാവ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും നിങ്ങളും അത് ലഭിക്കുന്നിടം വരെ പ്രാർത്ഥിക്കുവാൻ അതിനായിട്ട് നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നവരാ. അങ്ങനെയാണെങ്കിൽ ഈ മാതാപിതാക്കള് എങ്ങനെയാണ് അത് അവരുടെ ജീവിതത്തിൽ അവർക്ക് അന്വർത്ഥമായിട്ട് തീർന്നത്? അവർക്കത് എങ്ങനെ മെറ്റീരിയലൈസ് ചെയ്ത് അവരുടെ ജീവിതത്തിൽ, അവർക്ക് പ്രായോഗിക ജീവിതത്തിൽ അവർക്ക് അത് അനുഭവിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് അല്പമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, അവർ മോശയുടെ ജനനത്തെ അവർ ആന്റിസിപ്പേറ്റ് ചെയ്തു വളരെ പ്രതീക്ഷയോടെ. അതിനകത്തൊരു ദുഃഖകാരണം ഉണ്ടാകാൻ ഇടയില്ല. കാരണം ദൈവമാ തന്നത്. ദൈവം തരുന്നത് കൊണ്ട് അതിനകത്തൊരു വ്യസനത്തിനുള്ളൊരു കാരണം ഉണ്ടാകാൻ സാധ്യത ഇല്ല. അങ്ങനെ ഒരു വ്യസന കാരണത്തെ കുറിച്ച് അല്പം പോലും അവർ ചിന്തിച്ചിട്ടില്ല. അവർ ആന്റിസിപ്പേറ്റ് ചെയ്യായിരുന്നു. അവരൊരു വളരെ സന്തോഷത്തിന്റെ ഒരു ദൈവം തരുന്ന ഒരു ദാനത്തെ അവരെ കാത്തിരിക്കുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകുന്നത്. മോശയുടെ ജനനത്തിങ്കൽ, അങ്ങനെ നമ്മൾ വായിക്കുന്നത്, വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ അമ്മയപ്പന്മാർ കണ്ടു. അപ്പോൾ വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന, ആ ഒരു സംഭവത്തെ കാത്തിരിക്കുന്ന, പിന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന, അതിനു വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്ന ഒരു അപ്പനെ അമ്മയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. എന്നാൽ അതേ സമയത്ത് അവരുടെ അകത്ത് വളരെ മിക്സ്ഡ് ആയിട്ടുള്ള ഇമോഷൻസാണ് ഉള്ളത്. വളരെ ദുഃഖകരമായിട്ടുള്ള എന്തായിരിക്കുമെന്ന് ഒരു വശത്തുണ്ട്. ജഡത്തിൽ ജീവിക്കുന്നിടത്തോളം നാൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടില്ലേ, നാളെ എന്തായിത്തീരും, ഇവന്റെ കാര്യം എന്തായിത്തീരും, ഇവളുടെ കാര്യം എന്തായിത്തീരും, അവരുടെ കുടുംബജീവിതം എന്തായിത്തീരും, ഇങ്ങനെയൊക്കെയുള്ള ആഗണൈസിങ് ഇമോഷൻസ് നമ്മുടെ ഓരോരുത്തരുടെയും അകത്തുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെയും ഉയർന്നു നിൽക്കുന്ന, അതിനെയൊക്കെയും പൊതിഞ്ഞ്, അതിനെയൊക്കെയും ജയിച്ചു കയറുന്ന ഒരു വിശ്വാസം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല. ഫറവോൻ അവിടെ വെല്ലുവിളിച്ച് നിൽക്കുകയാ. എബ്രായ ഭവനത്തിൽ ഏതെങ്കിലും ഒരു ആൺകുഞ്ഞ്
പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂതികർമ്മിണികളെ അവിടെ ഏർപ്പാടാക്കി വെച്ചിരിക്കുക നൈൽ നദിയിൽ ഒഴുക്കാൻ. നൈൽ നദിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് മുതലകളെ കൊണ്ട് നിറഞ്ഞതാ. അപ്പോൾ വെള്ളത്തിൽ വീഴുന്നതിന് മുമ്പേ ആ കുഞ്ഞ് മുതലയുടെ വായിലാ വീഴുന്നത്. ഏതൊരപ്പനും അമ്മയ്ക്കും അത് കണ്ടു നിൽക്കാൻ കഴിയുക? അപ്രകാരമുള്ളൊരവസ്ഥയിലാന്ന് ഓർക്കണം ഇവർക്ക് മോശ ജനിക്കുന്നത്. അപ്പോൾ വളരെ പ്രതീക്ഷയോടെ മോശയുടെ ജനനത്തെ സന്തോഷത്തോടെ വരവേൽക്കാൻ തക്കോണം ഇവരുടെ ഹൃദയത്തെ ഇവർ ഒരുക്കിയിരുന്നു. ഹൃദയത്തെ ഒരുക്കുക തന്നെയല്ല, എല്ലാ മാതാപിതാക്കളും ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ വീട്ടിലൊരു തൊട്ടിലുണ്ടാക്കും, വീട്ടിൽ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യും. എന്നാൽ ഇവിടെ അമ്രാമും ജക്കോബേദും ചെയ്തത് ഞാങ്ങണ കൊണ്ടൊരു പെട്ടകമാണ് ഉണ്ടാക്കിയത്. അവർ കുഞ്ഞിനെ കിടത്താനുണ്ടാക്കിയ ക്രിബ് എന്ന് പറഞ്ഞാൽ നൈൽ നദിയിൽ വെക്കത്തക്കവണ്ണം ഉതകുന്ന, വെള്ളത്തിൽ കിടന്നാലും കുഴപ്പം വരാത്ത ഞാങ്ങണ കൊണ്ട് പെട്ടകമുണ്ടാക്കി. ഞാൻ ഈ ഞാങ്ങണയെ കുറിച്ചൊന്ന് പോയി നോക്കാനിടയായി തീർന്നു. റീഡ് എന്നൊക്കെയാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത്, അതല്ല പാപ്പിറസ്. അത് ദൈവത്തിന്റെ വചനം എഴുതാനായിട്ട് ഒരു സമയത്ത് ഈ ചെടിയുടെ ആ തണ്ടിനെ അതിനെ പ്രോസസ്സിൽ കൂടെ അതിനെ അമർത്തി ഒരു പേപ്പർ പോലെ ആക്കി ദൈവത്തിന്റെ വചനം തോറ അതിലെഴുതിയിരുന്നു. അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ് ഈ ഞാങ്ങണ. അതിനകത്താണ് ഈ മോശക്കുഞ്ഞിനെ കിടത്താനായിട്ട് ഇവരിപ്പോ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. തന്നെയല്ല, ആ ചെടിക്ക് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം വെള്ളം അകത്ത് കയറിയില്ലെങ്കിലും ആ കയറുന്ന വെള്ളത്തെ എല്ലാം തന്നെ അതിന് അബ്സോർവ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ഈ പാപ്പിറസ് അതിനെ പേപ്പർ പോലെ അതിനെ പരത്തി അതിനെ പ്രസ് ചെയ്തിട്ട് ഇവർ വെള്ളത്തിലിട്ടിരിക്കുന്നത്. വെള്ളത്തിൽ ഇട്ടിട്ടാണ് മാക്സിമം വെള്ളം അതിനെ അബ്സോർവ് ചെയ്യാനായിട്ട് അതിന് അവസരം കൊടുക്കും എന്ന് അപ്രകാരമുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഇവർ മോശയെ കിടത്താൻ ഉപയോഗിക്കുന്ന തൊട്ടിലുണ്ടാക്കിയിരിക്കുന്നതെന്ന് ഓർക്കണം. അങ്ങനെയുള്ള ഞാങ്ങണയ്ക്കകത്ത് ഇവര് മോശയെ കിടത്താൻ ഇവർ ചിന്തിക്കുന്നു. അപ്പോൾ ഇവരൊരു അറേഞ്ച്മെന്റ് ചെയ്തു. ഒന്നാമത്തെ കാര്യം, മോശയുടെ ജനനത്തെ ഇവർ ആന്റിസിപ്പേറ്റ് ചെയ്തു, പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുന്നു. രണ്ടാമത്, മോശയുടെ ജനനത്തിന് വേണ്ടിയിട്ട് ചില അറേഞ്ച്മെന്റ് ഇവർ ചെയ്യുന്നു വിശ്വാസത്തോടെ. മോശ ജനിച്ചിട്ടില്ല, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല, പക്ഷെങ്കിൽ അവർ നേരത്തെ തൊട്ടിലൊക്കെ കെട്ടി. നമ്മൾക്കറിയാം, കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഉടുപ്പ് വാങ്ങിക്കരുത്, അത് നമ്മുടെ പഴമക്കാരൊക്കെ അങ്ങനെ പറയും. പക്ഷെങ്കിൽ അതൊന്നും ഒരു വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയാണെന്ന് എനിക്കങ്ങോട്ട് തോന്നുന്നില്ല. അമ്രാമിന്റെ ജക്കോബിന്റെ ജീവിതം കണ്ടിട്ട് ഈ മാതാപിതാക്കൾ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ചെയ്ത അറേഞ്ച്മെന്റ്, മോശയെ 3 മാസം ഭവനത്തിൽ ഒളിപ്പിച്ചു വെച്ചു. പിന്നീട് അവനെ ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. പുറപ്പാട് 2:3 വായിക്കുന്നു, അവനെ ഒളിപ്പിച്ചു വെക്കാൻ കഴിയാതെ ആയപ്പോൾ അവൾ അമ്മ ജക്കോബേദ് ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പശയും കീലും ഒക്കെ തേച്ചിട്ട് പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. ഞാങ്ങണ പെട്ടകത്തിൽ വെച്ചു, ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. ഏറ്റവും വെള്ളമേറെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന, ഒരപകടവും വരാത്ത, അന്നത്തെ കാലത്ത് ബോട്ടുകളും ചെറിയ തോണികളൊക്കെ ഈ ഞാങ്ങണ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് കുഞ്ഞിനെ കിടത്തിയെന്ന് പുറപ്പാട് പുസ്തകം 2:3 നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണ്? ഇറ്റ് വാസ് എ സിൻസിയർ അറ്റംപ്റ്റ്. ആത്മാർത്ഥമായിട്ട് ആ കുഞ്ഞിനെ പരിരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ശ്രമം, ആത്മാർത്ഥമായിട്ട് അവരുടെ അവസാനത്തെ ബലം പോലും ആ കുഞ്ഞിനെ രക്ഷിക്കാൻ, പ്രിസർവ് ചെയ്യാൻ, കാത്തു സൂക്ഷിക്കാനായിട്ട് വിശ്വാസത്തോടെ അവർ ചെയ്ത ഒരു പ്രവൃത്തിയെ കാണാൻ സാധിക്കുന്നു. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ? വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കയ്യും കെട്ടി കയറി കസേരയിലോ കട്ടിലേലോ പുതപ്പിന്റെ അടിയിലോ കിടക്കുന്നതല്ല വിശ്വാസം. വിശ്വാസത്തിനൊരു പ്രവൃത്തിയുണ്ട്, വിശ്വാസത്തിനൊരു പ്രവൃത്തിയുണ്ട്. പ്രാർത്ഥിച്ച ആമേൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച വാക്കുകളെ പിന്നെ നമ്മുടെ വായിൽ നിന്ന് വരാവുള്ളൂ. അത് കഴിയുന്ന ഉടനെ അത് ശരിയല്ല, ഇത് ശരിയല്ല, നമ്മൾ പ്രാർത്ഥിച്ചു, അങ്ങനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് വിശ്വാസത്തിന്റെ വീരവാദം പ്രാർത്ഥനയിൽ മുഴക്കി. പക്ഷേ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വരുമ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉള്ള നെഗറ്റീവ്സിനെല്ലാം പുറത്തെടുത്തിട്ട് അതിനെ അങ്ങോട്ട് വാഴ്ത്തിപ്പാടാൻ തുടങ്ങും. ഇവിടെ ജക്കോബേദിന് പറയാനാണെങ്കിൽ എന്തെല്ലാം ഉണ്ട്. അയ്യോ, നമ്മുടെ അയൽവക്കത്തെ ആ കുഞ്ഞിനെ കൊണ്ട് നൈൽ നദിയിൽ ഒഴുക്കി. ആ ഫറവോന്റെ സ്വഭാവം എങ്ങനെയാ, അവരെത്രമാത്രം ഓമനിച്ചാണ് ആ കുഞ്ഞിനെ വളർത്തിയത്. ആ കുഞ്ഞ് മരിക്കാൻ
ഇടയായി തീർന്നു. അയ്യോ, എന്തായി തീരും? ഇങ്ങനെയുള്ള സംശയങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒന്നും തന്നെ അവരവിടെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പകരമായിട്ട് ഇവർ ഞാങ്ങണപ്പെട്ടകം വാങ്ങി, പകരമായിട്ട് ഇവര് പോയൊരു ഞാങ്ങണപ്പെട്ടകം സംഘടിപ്പിച്ചു. അതിലുണ്ടായിരുന്ന വിടവുകളെല്ലാം അവര് മാറ്റി, ഉണ്ടായിരുന്ന വിടവുകളൊക്കെ മാറ്റി. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംസാരിക്കുന്ന വാക്കുകളുണ്ടല്ലോ, നമ്മുടെ ചില വിടവുകളെ അടയ്ക്കുന്നതായിരിക്കണം. കാര്യം നമ്മൾ ഈ ലോകമാകുന്ന നൈൽ നദിക്കകത്താണ് നമ്മൾ കിടക്കുന്നത്. ഈ ലോകമാകുന്ന മുതലയുടെ വായ്ക്കകത്തൊക്കെയാ പലപ്പോഴും ഞാനും നിങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ ജീവിക്കുന്നത്. അത്തരമുള്ള വിടവുകളെ നമ്മൾക്ക് ഒട്ടിച്ച് അതിനെ അടയ്ക്കത്തക്കവണ്ണം ഉള്ള കീലും പശയും നമ്മൾ ചേർത്ത് തേക്കണം. അതിന് നമ്മുടെ വിശ്വാസം ആവശ്യമുണ്ട്, യേശുവിന്റെ രക്തം ആവശ്യമുണ്ട്, അവന്റെ വചനം ആവശ്യമുണ്ട്. ഇതൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഈ ഞാങ്ങണം പെട്ടകത്തിന് അതൊരു കീലും പശയുമായിട്ട് തീരും. അപ്പോൾ ഇവിടെ അമ്രാമും ജക്കോബേതും അവർ ആന്റിസിപ്പേറ്റ് ചെയ്തു കുഞ്ഞിന്റെ വരവിന് വേണ്ടിയിട്ട്. രണ്ടാമതായിട്ട് അവർ കുഞ്ഞിന്റെ വരവിന് വേണ്ടിയിട്ട് അവർ ചില അറേഞ്ച്മെന്റ്സ് അവിടെ ചെയ്തു. അവർ ആത്മാർത്ഥമായിട്ട് അവരുടെ എല്ലാ ബലവും മുടക്കി, അവരുടെ എല്ലാ സാധ്യതകളെയും അവർ ഉപയോഗിച്ചു. അടുത്തതായിട്ട് നമുക്ക് കാണാം, ഇവർ അടുത്തൊരു കാര്യം ചെയ്തത് എന്താണ്? അവർ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം എയിൽ തുടങ്ങുന്ന ചില വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത്. അവർ ആന്റിസിപ്പേറ്റ് ചെയ്തു, അവർ അറേഞ്ച്മെന്റ്സ് ചെയ്തു, അവർ അപ്രീഷിയേറ്റ് ചെയ്തു. ഈ കുഞ്ഞ് ജനിച്ചപ്പോഴേ ആ കുഞ്ഞിന്റെ സൗന്ദര്യത്തെ അവർ അപ്രീഷിയേറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഈ കുഞ്ഞ് ജനിച്ചപ്പോ നാശകാലത്തിനായി കൊച്ചു വന്ന് പറഞ്ഞിരിക്കുന്നത്. ചില ഭവനങ്ങളിൽ ചില ദുർനിമിത്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില കുഞ്ഞുങ്ങളുടെ ജനനമാണെന്നും പറഞ്ഞ് ആ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ മേലെ വെക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. ഇത് ക്രിസ്ത്യാനികളുടെ ഇടയിലും ബോൺ അഗൈൻ ബിലീവേഴ്സിന്റെ ഇടയിലും ഒക്കെ ഇത്തരം ചില അന്ധമായ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. നമ്മളതൊക്കെ അങ്ങോട്ടൊന്ന് മാറ്റി വെക്കണം. വിശ്വാസത്താൽ ഇതൊരു കുഞ്ഞിന്റെ ജനനത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാത്തിനെയും നമ്മളൊരു ആന്റിസിപ്പേഷനോടെ വേണം നോക്കാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിന്റെ മുമ്പിൽ നമ്മൾ ചില അറേഞ്ച്മെന്റ്സ് വിശ്വാസത്തോടെ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. ഒരു വ്യക്തിക്ക് 99 ചീത്ത ഗുണങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ അവന് ഒന്ന് നല്ലത് കാണും. ആ ഒന്നിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇവിടെ ജക്കോബേദ് അത് ചെയ്തു, അമ്രാമും ജക്കോബേദും ചെയ്തു. അവർ കണ്ടു, കുഞ്ഞു സുന്ദരനെന്ന് കണ്ടു. അവരുടെ കണ്ണിന് കുഞ്ഞു സുന്ദരനെന്ന് കണ്ടതുകൊണ്ടല്ലേ ദൈവത്തിന്റെ വചനം ഇവിടെ പരിശുദ്ധാത്മാവിനാൽ അവര് എഴുതി വെച്ചിരിക്കുന്നത്. കുഞ്ഞു സുന്ദരൻ എന്ന് കണ്ടു. അത് അപ്പോസ്തല പ്രവൃത്തിയിലെ 7:20 വായിക്കുന്നുണ്ട്. ആ കാലത്ത് മോശ ജനിച്ചു, ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പന്റെ വീട്ടിൽ പോറ്റി. തിരുവചനത്തിൽ ഇങ്ങനെ പല ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നു കുഞ്ഞിന്റെ സൗന്ദര്യത്തെ കുറിച്ച്. അപ്പോൾ കുഞ്ഞിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതിപ്പോൾ ഒരു ശാരീരിക സൗന്ദര്യം തന്നെയല്ല, ദൈവം തന്ന ദാനമാണ്. നമ്മുടെ ജീവിതത്തിലെ ദാനങ്ങളെ കാണുമ്പോൾ അതിനൊക്കെ സൗന്ദര്യമുണ്ട്. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ അത് ദൈവം തന്നതാണെന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമേ അതിനൊക്കെ സൗന്ദര്യം ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ അതിനൊന്നും യാതൊരു സൗന്ദര്യവും ഉണ്ടാകത്തില്ല. അതെല്ലാം തന്നെ നമ്മുടെ കണ്ണിന് നമുക്കൊരു വൃത്തികേടായിട്ട് തോന്നും. പലതിനെ നമ്മൾ മാറ്റിവെക്കും, നമുക്ക് കാണാൻ താല്പര്യമില്ലാതെ തോന്നും. ദൈവം തന്നതാണെന്ന് എല്ലാ ദാനവും തികഞ്ഞ വരമൊക്കെ അതേ പ്രകാശത്തിന്റെ ആ ദൈവത്തിൽ നിന്ന്, തികഞ്ഞവനായ ദൈവത്തിൽ നിന്ന് വരുന്നത് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെ അവനിൽ നിന്ന് വരുന്നതാണെന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമേ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും ആ ചെറിയതിലും അവരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അവരുടെ സൗന്ദര്യത്തെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. അവർക്കുള്ളതിലെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. അവരെ കണ്ടാൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. അങ്ങനെ നമ്മൾ അവരുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്നത്. അല്ല, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് അല്ലേ? നമുക്കെപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും സുന്ദരന്മാരും സുന്ദരിമാരും. ഇവിടെ യാക്കോബേദ് അമ്രാമും കണ്ടു അവരുടെ കുഞ്ഞ് ദിവ്യ സുന്ദരനാണെന്ന്. വെറും സുന്ദരനെന്നല്ല, അവര് കണ്ടു ആ കുഞ്ഞിൽ ദൈവത്തിന്റെ തേജസ് കണ്ടു, ദൈവത്തിന്റെ മഹത്വം അവരെ കുഞ്ഞിൽ കണ്ടു. അത് നമുക്ക് കാണാം സിനായി പർവ്വതത്തില്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, സിനായി പർവ്വതത്തിന്റെ മുകളിലേക്ക് മോശ കടന്നുപോയിട്ട് ഇറങ്ങി വന്നത് ദിവ്യസുന്ദരനായ കുഞ്ഞ. ദൈവത്തിന്റെ മഹത്വം കൊണ്ട് അവന്റെ മുഖം പ്രകാശിച്ചു. ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കാൻ കഴിഞ്ഞില്ല.
അവൻ ഒരു മൂടുപടം ഇട്ടു. ആ മുഖത്തവർക്ക് നോക്കാൻ കഴിയാത്തതുപോലെ ദൈവത്തിന്റെ മഹത്വം വന്ന് മോശയുടെ മുഖത്ത് തിങ്ങി നിന്നു. ഇത് ഒരു ദിവസം ആരംഭിച്ച കാര്യമല്ല. ഇത് ആരംഭിച്ചത് മാതാപിതാക്കളുടെ വിശ്വാസത്തിൽ ആരംഭിച്ച കാര്യമാണ്. മാതാപിതാക്കൾ വിശ്വാസത്താൽ കുഞ്ഞിന്റെ ദിവ്യത്വം കണ്ടു. മാതാപിതാക്കൾ വിശ്വാസത്താൽ കുഞ്ഞിനെ ദൈവം തന്നതാണെന്ന്, ദൈവത്തിന്റെ ദാനമാണെന്നും ദൈവത്തിന്റെ കരം അവന്റെ മേലുണ്ടെന്നും അവനെ സൃഷ്ടിച്ച് അവനെ പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ ദൈവം ഒന്നുമില്ലാത്ത നാളുകളിൽ, ഒന്നും ആരും അറിയാത്ത നാളുകളിൽ ദൈവം അവനെ സൃഷ്ടിച്ചു എന്ന് മാതാപിതാക്കൾ കണ്ടു. കുഞ്ഞ് ദിവ്യ സുന്ദരനെന്ന് കണ്ടു. ഈ മോശയ്ക്ക് അതെ സിനായി പർവ്വതത്തില് അത് ജനങ്ങൾ കാണത്തക്കവണ്ണം മോശയുടെ മുഖത്ത് ദൈവത്തിന്റെ പ്രകാശം ശോഭിക്കാൻ ഇടയായി തീർന്നു. അതെ, അറകളിൽ ഉള്ളറകളില് വിശ്വസിച്ച് മാതാപിതാക്കൾ വിശ്വസിച്ച നിമിത്തം ഇന്ന് പുരുഷാരത്തിന്റെ മുമ്പില് ദിവ്യ സുന്ദരനായിട്ട് നിൽക്കുന്ന മോശ നമുക്ക് കാണാൻ കഴിയുന്നു. ഇത് ആരംഭിച്ചത് എവിടെയാ? വിശ്വാസത്താൽ അമ്മയപ്പന്മാർ, വിശ്വാസത്താൽ അമ്രാമും യാക്കോബേതും. നമുക്കൊരു നല്ല മാതൃകയാ ഈ മാതാപിതാക്കൾ. മറ്റൊരു കാര്യം, ഇവർ വിശ്വസിച്ച മറ്റൊരു കാര്യം, ഇവർ വിശ്വസിച്ചു ദൈവം എല്ലാത്തിന്റെ മീതെ ഉന്നതൻ. ദ സുപ്രീമസി ഓഫ് ദ ലോർഡ്. ഫറവോനേക്കാളും വലിയവനാ ദൈവം. എന്റെ സാഹചര്യങ്ങളെക്കാളും വലുതാ ദൈവം. ഈ നൈൽ നദിയേക്കാളും വലിയവനാ നദിയെ സൃഷ്ടിച്ച ദൈവം. അതിലെ മുതലയെ സൃഷ്ടിച്ചവനാണ് മുതലേക്കാളും വലിയവൻ എന്ന് വിശ്വസിച്ച അമ്രാമും യാക്കോബേതും. അവർ വിശ്വസിച്ച എന്താണ്? ദൈവത്തിന്റെ സുപ്രീമസി. ഹീ സൂപ്പർ. അവനാണ്, ദൈവമാണ് നമ്മുടെ സൂപ്പർമാൻ എന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് രാജാവിന്റെ കൽപ്പനയെ അവർ ഭയപ്പെട്ടില്ല. ഈ ലോക ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ, മത്തായി സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ നമ്മുടെ ദേഹത്തെ കൊല്ലുവാൻ രോഗങ്ങൾ നമ്മുടെ മീതെ ആഞ്ഞടിക്കുമ്പോഴേ ദേഹത്തെ കൊല്ലുന്ന രോഗത്തെ നമ്മൾ ഭയപ്പെടേണ്ട. ദേഹത്തെയും കൊന്ന് നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. നമ്മുടെ ശരീരം രോഗത്തിന് അത് അധീനമാ. രോഗം വ്യാപരിക്കാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ ശരീരം. എന്നേക്ക് ജീവിക്കാനല്ലല്ലോ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ തക്ക സമയത്ത് ദൈവം നമുക്ക് സൗഖ്യത്തെ തരിക തന്നെ ചെയ്യും. അവന്റെ നാമം മഹത്വപ്പെടേണ്ടതിന്, അവൻ ദൈവമാണെന്ന് വീണ്ടും ഞാൻ വിശ്വസിക്കേണ്ടതിന് അവൻ എന്റെ രോഗങ്ങളെ സൗഖ്യമാക്കും. എന്റെ വിഷയങ്ങൾക്ക് അവൻ നീക്കുപോക്ക് തരിക തന്നെ ചെയ്യും. ഇവിടെ ദൈവത്തിന്റെ സുപ്രീമസിയെ വിശ്വസിച്ച അമ്രാമും യാക്കോബേതും, ദൈവത്തിന്റെ ദിവ്യത്വത്തിൽ വിശ്വസിച്ച അമ്രാമും യാക്കോബേതും. അടുത്തതായിട്ട് ഇവരൊരിക്കലും രാജാവിനെ ഭയപ്പെട്ടില്ല. നമ്മൾ പലപ്പോഴും ലോകത്തിന്റെ സാഹചര്യങ്ങളെ ഭയപ്പെടുന്നവരാ. ഇവരൊരിക്കലും ഫറവോനെ ഭയപ്പെട്ടില്ല. പിന്നെയോ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു, പത്രോസും അപ്പോസ്തലന്മാരും പറഞ്ഞൊരു വാക്കിങ്ങനെയാ. അപ്പോസ്തല പ്രവൃത്തി 5:29 പറയുന്നത്, അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ഞങ്ങൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. ആരെയാണ് അനുസരിക്കേണ്ടത്? മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. അപ്പോൾ ചിലരൊക്കെ പറയും, പിന്നെ രാജാക്കന്മാരെ അനുസരിക്കണ്ടേ, രാജ്യത്തിന്റെ നിയമങ്ങളെ അനുസരിക്കണ്ടേ. ദൈവഹിതമായുള്ള നിയമമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അനുസരിക്കണം. ദൈവഹിതമല്ലാത്ത ഒരൊറ്റ നിയമത്തെ അനുസരിക്കാൻ ദൈവത്തിന്റെ മക്കൾക്ക് ഒരു അനുവാദവും ദൈവം തന്നിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ദാനിയേലിനും ശദ്രക്കും മേശക്കും അബേദ്നെഗോവും സ്വർണ്ണബിംബത്തിന്റെ മുമ്പിൽ വണങ്ങണമായിരുന്നല്ലോ. അവർ വണങ്ങണമായിരുന്നല്ലോ. എന്തുകൊണ്ട് വണങ്ങിയില്ല? രാജ്യത്തിന്റെ കൽപ്പനയല്ലായിരുന്നോ? രാജാവിന്റെ കൽപ്പനയല്ലായിരുന്നോ? ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പലതും ദൈവികമല്ലാത്ത കൽപ്പനകളില് നമ്മൾ അനുസരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നവരാ. ഇവിടെ പത്രോസും അപ്പോസ്തലന്മാരും പറയുന്നു, മനുഷ്യരെക്കാൾ ഞങ്ങൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. ദൈവത്തെ അനുസരിച്ചത് കൊണ്ട് കുഞ്ഞിന്റെ ദിവ്യത്വം അവർ കണ്ടു. ദൈവത്തെ അനുസരിച്ചത് കൊണ്ട് കുഞ്ഞിന്റെ സൗന്ദര്യം അവർ കണ്ടു. അതുകൊണ്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് അറേഞ്ച്മെന്റ് ചെയ്തു. അവർ കുഞ്ഞിന്റെ ജനനത്തെ അവർ കാത്തിരുന്നു. കുഞ്ഞെപ്പോൾ ജനിക്കും, അമ്മ ഓർക്കും, എപ്പോഴാണ് എനിക്ക് പെയിൻ വരുന്നത്, എപ്പോഴാണ് കുഞ്ഞ് പുറത്തു വരുന്നത്. അത് ദിവസമെണ്ണും മാസമെണ്ണി കാത്തിരുന്നു. കാരണം അവർ ഭയപ്പെട്ടത് ഫറവോനെയല്ല, അവർ ദൈവത്തെ ഭയപ്പെട്ടു, അവർ ദൈവത്തെ അനുസരിച്ചു എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഭയപ്പെട്ടൊരു മൂലയ്ക്ക് ഒതുങ്ങുക എന്നുള്ളതല്ല. ആ ഭയം എന്നുള്ള വാക്കിന്റെ അർത്ഥം ബഹുമാനം,
സ്നേഹത്തോടു കൂടിയുള്ള ബഹുമാനം. നമ്മളൊരു എൽഡർലി ഒരാള്, നമ്മളെക്കാൾ പ്രായമുള്ള ഒരാള് കടന്നു വരുമ്പോൾ ആ ആളിനോടുള്ള സ്നേഹം നിമിത്തമുള്ള ഒരു ബഹുമാനമുണ്ടല്ലോ, ഭയമല്ല. എന്നെ അടിക്കും കൊല്ലുമെന്നുള്ള ഭയമല്ല, പിന്നെയോ സ്നേഹം നിമിത്തമുള്ളൊരു ബഹുമാനം, ആരാധന നിമിത്തമുള്ളൊരു ബഹുമാനം, സകലത്തിന്റെയും ആധിപത്യം ഉള്ളവൻ എന്നുള്ള ആ തിരിച്ചറിവ് കൊണ്ടുള്ള ആ ഒരു ബഹുമാനം. അതിനെയാ ഫിയർ എന്ന് പറഞ്ഞാൽ, അതിനെയാണ്. അതുകൊണ്ടാണ് ഭയപ്പെടുക എന്ന് പറയുന്നത്. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ആവർത്തന പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്ന കാര്യം ഇങ്ങനെയാ: നിങ്ങൾ കൈവശമാക്കാനായിട്ട് കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും നിങ്ങളുടെ ജീവകാലമൊക്കെ നീയും നിന്റെ മക്കളും നിന്റെ മകനും ഒക്കെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കാൻ തക്കവണ്ണം അവനെ ഭയപ്പെടണം. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പന ദൈവത്തിന്റെ ചട്ടം നമ്മൾ അനുസരിക്കണമെങ്കിൽ നമ്മൾ അവനെ ബഹുമാനിക്കണം. ബഹുമാനിക്കാത്ത ഒരാളിന്റെ ഒരു വാക്കിന് ആരെങ്കിലും വില കൊടുക്കുവോ? ഞാൻ ബഹുമാനിക്കാത്ത ഒരാളുടെ വാക്കുപോലും കേൾക്കാൻ പോകത്തില്ല. ഞാൻ ആളിന് അത്രയ്ക്ക് ബഹുമാനം കൊടുത്തിട്ടുള്ളൂ, ആ ആളിന് അത്രയ്ക്ക് പ്രസക്തി എന്റെ ജീവിതത്തിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ആളിന്റെ വാക്കിനും വിലയില്ല. എന്നാല് ഒരു ദൈവമെന്ന വ്യക്തിയെ, ദൈവത്തെ അവൻ ആരെന്നറിഞ്ഞവനെ ഞാൻ ഏറെ ബഹുമാനിക്കുന്നത് കൊണ്ട് അവന്റെ വാക്കുകൾക്ക് വിലയുണ്ട്, അവന്റെ വചനങ്ങൾക്ക് വിലയുണ്ട്. അവൻ എനിക്ക് തന്നിരിക്കുന്ന ഈ ചട്ടങ്ങൾക്കും കൽപ്പനകൾക്കും വില മറ്റൊന്നും കൊണ്ടുമല്ല, അവൻ ഭയപ്പെടുവാൻ യോഗ്യനായതുകൊണ്ട്, അവൻ ബഹുമാനിക്കപ്പെടുവാൻ യോഗ്യനായതുകൊണ്ട്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ദീർഘായുസ്സ് ഉണ്ടാകുമെന്നാ പറയുന്നത്. ദീർഘായുസ്സുണ്ടാകും. നമുക്ക് തിരുവചനത്തിൽ പലയിടത്തും നമുക്ക് കാണാം, ദ ഫിയർ ഓഫ് ദ ലോർഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം. അതെ, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. സഭാപ്രസംഗിയിൽ കാണാം. എല്ലാറ്റിന്റെയും സാരമെന്താ? ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ ഭയപ്പെടുക. ഇവിടെ ഒരു അമ്രാമും യക്കോബേദും അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ അവർ ഭയപ്പെട്ടു, ഏക ദൈവത്തെ അവർ ബഹുമാനിച്ചു, ഏക ദൈവത്തിന്റെ കൽപ്പനകൾക്ക് അവർ ഏറെ പ്രാധാന്യം കൊടുത്തു. ഫറവോന്റെ കൽപ്പനകൾക്കോ ഫറവോന്റെ വാക്കുകളൊക്കെ അവർ മാറ്റി അവിടെ വെച്ചു. രാജാവല്ലായിരുന്നോ? എന്തുകൊണ്ട് അവർ നിയമത്തെ അനുസരിച്ചില്ല? എന്തുകൊണ്ട് അവർ രാജാവിന്റെ വാക്കിനെ അനുസരിച്ചില്ല? ഇന്ന് പലപ്പോഴും പല കാര്യങ്ങളൊക്കെയും പറയുമ്പോൾ രാജ്യത്തിന്റെ നിയമമല്ലേ എന്ന് ചോദിക്കും, രാജ്യത്തിന്റെ നിയമമല്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ അമ്രാമും യാക്കോബും ആ രാജ്യത്തിന്റെ നിയമത്തെ എന്തുകൊണ്ട് അവർ അനുസരിക്കാതിരുന്നു? അവരെന്തുകൊണ്ട് അനുസരിക്കണ്ട എന്ന് തീരുമാനിച്ചു? അവര് ദൈവത്തെ ഭയപ്പെട്ടു. എബ്രായർ 12-ന്റെ അടുത്ത അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നമ്മൾ ഈ ദൈവത്തെ നമ്മൾ ഭയക്കണം, എന്തുകൊണ്ട് നമ്മൾ ദൈവത്തോട് ഭക്തി കാണിക്കണം. നമുക്ക് ഇളകാത്തൊരു രാജ്യം തരാൻ കഴിയുന്ന രാജാവ് ഈ ദൈവമാണ്. എബ്രായർ 12:28 നമ്മൾ വായിക്കുന്നു, ഇളകാത്തൊരു രാജ്യം നമ്മൾ പ്രാപിക്കുന്നത് കൊണ്ട് നമ്മൾ നന്ദിയുള്ളവരായിട്ട് ദൈവത്തിന് പ്രസാദം പെരുമാറ്, ഭക്തിയോട് ഭയത്തോടെ ഈ ദൈവത്തെ നമ്മൾ സേവ ചെയ്യുക, ഈ ദൈവത്തെ നമ്മൾ ആരാധിക്കുക. ലോകത്തെ അല്ല ആരാധിക്കേണ്ടത്, ഒരു ഫറവോന്റെ മുമ്പിലല്ല നമ്മുടെ മുട്ടുകൾ മടക്കേണ്ടത്. അതിനൊരു നല്ല ഉദാഹരണമായിട്ട് അമ്രാമും യക്കോബേദും ഇവിടെ കാണാൻ സാധിക്കുന്നു. നോക്കണം, ഈ 11-ാമത്തെ അധ്യായത്തിലെ പാടാത്ത ഒരു പാട്ട അമ്രാമും യക്കോബേദും. അവരെ കുറിച്ച് എന്ന് പറഞ്ഞാൽ പാടാത്തൊരു പാട്ടെന്ന് പറയാൻ വാക്കുകളില്ല. വാക്കുകളുണ്ടെങ്കിലല്ലേ പാടാൻ കഴിയൂ. ഈണം മാത്രം മതിയെങ്കിൽ മൂളാനല്ലേ പറ്റൂ. വെറും ഒരു മൂളിപ്പാട്ടായിട്ട് തീർന്നു അമ്രാമും യക്കോബേദും. കാരണം അവരുടെ പേരില്ലാത്തത് കൊണ്ട് പലർക്കും ഒരു മൂളിപ്പാട്ടായിട്ട് തീർന്നപ്പോഴ് ആ മൂളിപ്പാട്ടും ദൈവത്തിന് പ്രസാദമായി. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ഒരു മൂളിപ്പാട്ടായിട്ട് തീരട്ടെ. നമ്മുടെ പേരുകളോ നമ്മുടെ വാക്കുകളോ നമ്മളെ കുറിച്ചോ ഒന്നും എങ്ങും കേൾക്കണ്ട. വേദോസം പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ഒരു അപ്പനും അമ്മയും. ലോകത്തെ ജയിച്ച ജയമോ അവരുടെ വിശ്വാസമായിരുന്നു. അവരുടെ വിശ്വാസ നിമിത്തം അവരുടെ ഭവനത്തിനകത്ത് അവർ പുറത്ത് മീറ്റിംഗ് നടത്തിയില്ല, അവർ ബൈബിൾ സ്റ്റഡി എടുത്തില്ല, അവര് സുവിശേഷ ഘോഷണം നടത്തിയില്ല, അവർ ഫ്ലെക്സ് അടിച്ചില്ല, അവർ പാട്ടുകൾ പാടിയില്ല, അവർക്ക് യൂട്യൂബ് ഇല്ലായിരുന്നു, അവര് വൈറലായില്ല, അവരെ കുറിച്ച് ഒന്നും നടന്നില്ല. പക്ഷെങ്കിൽ അവരുടെ ഭവനത്തിനകത്ത് അവരുടെ ഹൃദയത്തിനകത്ത് ലോകത്തെ ജയിക്കുന്ന ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ഇന്ന് ലോകത്തെ ജയിക്കുന്ന ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു മോശയ്ക്ക് ജന്മം നൽകാൻ പറ്റും.
നമ്മുടെ ഉദരത്തിൽ നിന്നൊരു അഹരോൻ പുറത്തു വരും. നമ്മുടെ ഭവനത്തിൽ ഒരു മിര്യാം എഴുന്നേൽക്കാൻ ഇടയായിട്ട് തീരും. അമ്രാമിന്റെയും യാക്കോബേദിന്റെ ജീവിതം, അവര് ശരിയായിട്ടുള്ളൊരു they made a right choice. അവര് നല്ലൊരു തിരഞ്ഞെടുപ്പ് അവര് ചെയ്തു. അവർക്ക് ഒരു പക്ഷെങ്കിൽ ലോകത്തിന്റെ മനുഷ്യർക്കോ അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെയൊക്കെ എടുത്തിട്ട് ഹല്ലേലൂയൊക്കെ പാടി തെരുവിലോട്ട് പോയി നിന്നാ മതിയായിരുന്നല്ലോ. ആരാ എന്നെ തൊടാൻ വരുന്നത്, എന്തുകൊണ്ട് അങ്ങനെ ചലഞ്ച് ചെയ്തില്ല എന്ന് ഒരുപക്ഷെ വിശ്വാസികൾ പോലും ചോദിക്കും. അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ എന്താ പിന്നെ ഇങ്ങനെ ചെയ്യാഞ്ഞത്? ദൈവം മനുഷ്യന് ബുദ്ധി തന്നിട്ടുണ്ട്. ആ ബുദ്ധി നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ആ ബുദ്ധി നമുക്ക് ഉപയോഗിക്കാൻ തരുന്ന സാഹചര്യങ്ങൾക്കകത്ത് ദൈവം കൈകടത്തി പ്രവർത്തിക്കത്തില്ല. റോഡില് നമ്മൾ കടന്നു പോകുമ്പോഴേ ഗ്രീൻ സിഗ്നൽ ആണെങ്കിൽ അവിടെ റോഡ് ക്രോസ് ചെയ്ത് വണ്ടി പോകാനുള്ള ഗ്രീൻ സിഗ്നലിന്റെ അവിടെ ഞാൻ റോഡ് ക്രോസ് ചെയ്യുന്നുള്ള സാമാന്യ ബുദ്ധി ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ദൈവം എന്നെ രക്ഷിച്ചോണേ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാണേ, വണ്ടി പോകുന്നു പാഞ്ഞു വരുന്നുണ്ട്, എന്നെ അങ്ങ് ഒരു എയർലിഫ്റ്റ് ചെയ്യണേ. ദൈവം ഒരിക്കലും ചെയ്യത്തില്ല. നമ്മുടെ പരിധിക്കുള്ളിൽ, നമ്മുടെ ഇച്ഛാശക്തിക്കുള്ളിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിജ്ഞാനത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതാണ് ഇവിടെ അമ്രാമും യാക്കോബേദും ചെയ്ത്. അങ്ങനെയായിരുന്നു അവരൊരു ഞാങ്ങണപ്പട്ട ഉണ്ടാക്കണ്ടായിരുന്നു, അതിന് കീലും പശയും തേക്കണ്ടായിരുന്നു, അവർ കുഞ്ഞിനെ ഒളിപ്പിക്കണ്ടായിരുന്നു, അവരിതൊന്നും ചെയ്യണ്ടായിരുന്നല്ലോ. അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ അവർ ചെയ്തു. നോക്കണം, രണ്ട് കാര്യങ്ങൾ അവരുടെ മുമ്പിലിരുന്ന്. ഒന്നുകിൽ കുഞ്ഞിനെ നൈൽ നദിയിൽ എറിഞ്ഞിടാൻ അവർ അനുവദിക്കുക, രണ്ട് കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചത് മൂലം ഭവനം മുഴുവൻ കൊല ചെയ്യപ്പെടാൻ പോവുക. ഇത് രണ്ടിലേത് തിരഞ്ഞെടുക്കും? ഒന്ന് ഓർത്തു നോക്കിക്കേ. ഒരു അപ്പന്റെ അമ്മയുടെ മാനസികാവസ്ഥ ഒന്ന് ഓർത്തു നോക്കിക്കേ. അവരുടെ കൈ കൊണ്ട് തന്നെ ഒരു കുഞ്ഞിനെ നൈൽ നദിയിൽ എറിഞ്ഞു കളയാൻ ഒന്നുകിൽ ഏൽപ്പിച്ചു കൊടുക്കുക, ഓപ്ഷൻ നമ്പർ 1. 2, ഞങ്ങൾ ഈ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കാൻ തീരുമാനിച്ചു, ഇതിന്റെ അനന്തരഫലം അഥവാ കണ്ടുപിടിച്ചാലോ ഭവനത്തെ മുഴുവൻ ഫറവോൻ കൊന്നുകളയും. അവർ രണ്ടാമത്തെ ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുത്തു. ആ കുഞ്ഞിനോടുണ്ടായിരുന്ന സ്നേഹം തന്നെയല്ല, അവരുടെ വിശ്വാസത്തിന്റെ ആഴം അത് കാണിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അതെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിസ്ഡം ഉപയോഗിക്കണം. നമ്മൾ പരിജ്ഞാനം നമുക്ക് ദൈവം തന്നിട്ടുള്ളത് ഉപയോഗിക്കാൻ. പലപ്പോഴും നമ്മുടെ പരിജ്ഞാനമില്ലായികയാൽ ഒരുപാട് കോൺസിക്വൻസ് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഉണ്ടാകും. പരിജ്ഞാനമില്ലാതെ സംസാരിക്കുക, പരിജ്ഞാനമില്ലാതെ ഓരോ ഡിസിഷൻസ് എടുക്കുക. എപ്പോഴും എന്റെ ജീവിതത്തിൽ എന്നെ ദൈവം പഠിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇമോഷൻസ് ഒത്തിരി ഹൈ ആയിരിക്കുമ്പോഴേ ചില സമയത്തൊക്കെ നമുക്ക് ഒരുപാട് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ കഴിവതും ഒരു ഡിസിഷൻസും എടുക്കാതിരിക്കുക. ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഞാൻ കണ്ണടച്ച് കയറി ഞാൻ കിടക്കും. ഞാനൊന്ന് എന്റെ മൈൻഡിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഞാൻ പറയും, കർത്താവേ ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ പോവുക. ഞാൻ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നിന്റെ ജ്ഞാനം എനിക്ക് തരണം. അതുപോലെ സംഭവിക്കും. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് എഴുതി കാണിച്ചതുപോലെ എന്റെ ഹൃദയത്തിൽ ആ ശബ്ദം കേൾക്കാൻ ഇടയായിത്തീരും. അതനുസരിച്ച് നമ്മൾ ആ പരിജ്ഞാനത്തോടെ നീങ്ങുമ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു വലിയ വ്യത്യാസം കാണാൻ ഇടയായിത്തീരും. അപ്പോൾ നമ്മൾ പരിജ്ഞാനത്തോടെ നമ്മൾ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. പൗലോസ് അപ്പോസ്തലന് കൊലോസ്യ സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാ, എഫെസസ് സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാ. ഇവർക്ക് പരിജ്ഞാനം ഉണ്ടാവണം. കൊലോസ്യർ 1-ാമത്തെ അധ്യായത്തിന്റെ 9 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ, കൊലോഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 9 to 11 നമ്മൾ വായിച്ചാൽ ഇങ്ങനെയാ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാള് മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിന് കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങളുടെ നടപ്പൊക്കെ ശരിയാ, നിങ്ങൾ യോഗ്യമാവണ്ണം നടക്കുന്നത്, നിങ്ങൾക്ക് വചനമൊക്കെ ധാരാളം അറിയാം, നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ സഭയിൽ പോകുന്നു, നിങ്ങൾ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് സകല ജ്ഞാനവും വിവേകവും പരിജ്ഞാനവും നിങ്ങൾക്കുണ്ടാവണം. എങ്കിലും മാത്രമേ സൽപ്രവൃത്തിയിൽ ഫലം കായ്ക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ അവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്നത് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വളരണം. നമ്മുടെ പരിജ്ഞാനമല്ല, ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ വളർന്നു വരണം എന്നാണ് നമ്മൾ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ആ പരിജ്ഞാനത്തെ ശീലിപ്പിച്ച ഒരപ്പനും അമ്മയെ നമ്മളിവിടെ
കാണാനായിട്ട് ഇടയായിട്ട് തീർന്നു. നോക്കണം, ഇവര് പെട്ടകം ഉണ്ടാക്കി, അത് ഞാങ്ങണയുടെ ഇടയിൽ തന്നെ, ഞാങ്ങണ കൊണ്ട് പെട്ടകം ഉണ്ടാക്കി ഞാങ്ങണയുടെ ഇടയിൽ തന്നെ കൊണ്ടുവച്ചു. എന്നിട്ട് മോളെ അവിടെ ആക്കി മിറിയാമിനെ പറഞ്ഞു, നീ നോക്കിക്കോണം കുഞ്ഞിന്റെ പെട്ടകത്തിന്റെ അവസ്ഥ എന്താണെന്ന് നീ നോക്കിക്കോണം. പെട്ടകത്തിനകത്ത് എന്തായാലും വെള്ളം കയറത്തില്ല. കാര്യം അതിനുള്ളതെല്ലാം തന്നെ അവർ ചെയ്യാനായിട്ട് ഇടയായിട്ട് തീർന്നു. നോക്കണം, ഒടുവിൽ അത് ഫറവോന്റെ പുത്രിയുടെ കയ്യിൽ തന്നെ ആ പെട്ടകം ചെന്ന് ചേരാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇസ്രായേൽ മക്കളെ ആര് നശിപ്പിക്കണം എന്ന് അവിടെ കൽപ്പന പുറപ്പെടുവിച്ചുവോ? ഇസ്രായേലിന്റെ കുഞ്ഞുങ്ങളെ, പൈതങ്ങളെ എല്ലാം കൊല ചെയ്യണം, നശിപ്പിക്കണമെന്ന് ആരവിടെ കൽപ്പന പുറപ്പെടുവിച്ചോ അവര് തന്നെ അവരുടെ കൊട്ടാരത്തിൽ തന്നെ മോശ വളർന്നു. അവരുടെ കൊട്ടാരത്തിൽ തന്നെ മോശ ഭക്ഷണം കഴിച്ചു. അവരുടെ കൊട്ടാരത്തിൽ തന്നെ മോശയ്ക്ക് വിദ്യാഭ്യാസം ലഭിച്ചു. അവരുടെ കൊട്ടാരത്തിൽ തന്നെ മോശ അഭ്യസിച്ചു. മാതാപിതാക്കളുടെ വിശ്വാസത്തിന്റെ അനന്തര ഫലമാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? നമ്മുടെ വിശ്വാസത്തിന് എപ്പോഴും ഒരു പരിശോധനയുണ്ട്. വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ ദൈവം ഉടനെ മുൻപിൽ കൊണ്ടുവന്ന് ഒരു പരിശോധന കൊണ്ടുവന്ന് വെക്കും. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. ദർ ഇസ് ഓൾവേസ് എ ട്രയൽ ഫോർ അവർ ഫെയ്ത്ത്. ടെസ്റ്റ് ചെയ്യാത്ത ഫെയ്ത്ത് ഒന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. only a tested faith can be trusted. നമ്മുടെ പരിശോധനയിൽ കൂടി കടന്നു പോകാത്ത വിശ്വാസത്തെ ഒന്നും ദൈവത്തിന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് എപ്പോഴും. യാക്കോബേദിന്റെ അമ്രാമിന്റെ വിശ്വാസത്തിന് ഒരു ഫൗണ്ടേഷൻ, അവരുടെ വിശ്വാസത്തിന്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. അവർക്ക് അതിനൊരു അടിത്തറ ഉണ്ടായിരുന്നു. അടിത്തറ മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ വചനം. നമ്മൾ വെറുതെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോസിറ്റീവ് കൺഫെഷൻ അല്ല വിശ്വാസം. പോസിറ്റീവ് കൺഫസ് ആൻഡ് പൊസസ്, അങ്ങനെ ഒരു ടീച്ചിങ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ കൺഫസ് ചെയ്തിട്ട് തോന്നുന്ന വഴിയെ കൂടെ നടന്ന് ദൈവത്തിന്റെ വചനമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ കണ്ട് കൺഫസ് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ പൊസസ് ചെയ്യത്തില്ല. നമ്മുടെ ഫെയ്ത്തിന്, നമ്മുടെ കൺഫെഷൻ ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം. അത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ വചനം. അമ്രാമിന്റെ യാക്കോബേദിന്റെയും വിശ്വാസത്തിനൊരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. അവർക്കറിയാമായിരുന്നു അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയെ കുറിച്ച് അവർക്കറിയാമായിരുന്നു. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തത്തെ കുറിച്ച് അവർക്കറിയാമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 12:3 അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഈ ദൈവവചനം ഇവരുടെ അകത്തുണ്ട്. അതുപോലെ തന്നെ ഇവർക്കറിയാമായിരുന്നു അബ്രഹാമിന്റെ സന്തതി ഒരു സമയത്ത് അവർ അടിമകളായിട്ട് അവരെ അടിമത്വത്തിലേക്ക് അവർ പോകുമെന്ന് ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് ഇവർക്കറിയാം. കുഞ്ഞിന് മുലകുടി മാറുന്നത് വരെ അമ്മയുടെ മടിയിലല്ല കുഞ്ഞ് വളരുന്നത്. മുലകുടി മാറുക എന്ന് പറയുമ്പോൾ 5 വയസ്സ് വരെയാണ് കുഞ്ഞിന്റെ മുലകുടി പ്രായം. യഹൂദ പാരമ്പര്യം അനുസരിച്ച് നോക്കണം, കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുന്നു. 5 വയസ്സായപ്പോഴത്തേക്ക് തന്നെ കുഞ്ഞിന്റെ അകത്ത് ദൈവത്തിന്റെ കൽപ്പനകളും പിതാക്കന്മാരെ കുറിച്ചും അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയെ കുറിച്ചൊക്കെ മോശയുടെ അകത്ത് ആ അമ്മ എത്രമാത്രം ഫീഡ് ചെയ്യാമോ. അമ്മ സിർലാക്കും പാലും മാത്രമല്ല കൊടുത്തത്, പിന്നെ അമ്മ ദൈവത്തിന്റെ വചനം കൊണ്ട് ആ കുഞ്ഞിന്റെ ഉള്ളു നിറച്ചു. ഈ അമ്മയ്ക്ക് അറിയാമായിരുന്നു അബ്രഹാമിനോട് ദൈവം കൊടുത്ത വാഗ്ദത്തം. ഉൽപ്പത്തി 15 ഇസ്രായേൽ മക്കൾ ഒരു കാലത്ത് അടിമയിൽ പോകുമെന്നുള്ളത് ഈ അമ്മയ്ക്കറിയാം. 15:13 വായിക്കുന്നുണ്ട്, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിട്ടിരുന്ന ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുക, എന്നാൽ നീ പാർക്കുന്ന ദേശത്ത് ഞാൻ അവരെ മടക്കി വരുത്തും. ഇതെല്ലാം അമ്രാമിന്റെയും യാക്കോബേദിന്റെ ഹൃദയത്തിലുണ്ട്. അവരുടെ വിശ്വാസത്തിനൊരു ഫൗണ്ടേഷൻ ഉണ്ട്, അവരുടെ വിശ്വാസത്തിന് അടിത്തറയുണ്ട്. ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നതിന്റെ അടിത്തറ എന്താ? നമ്മൾ വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താ? ദൈവത്തിന്റെ വചനമാണോ? തന്നെയല്ല, അവരുടെ വിശ്വാസത്തെ അവര് എക്സസൈസ് ചെയ്തു. അവരവരുടെ പ്രവൃത്തിയിൽ കൂടി അവർ പുറത്തു കൊണ്ടുവന്നു. അവര് പെട്ടകം ഉണ്ടാക്കി. ഇവിടെ പെട്ടകം എന്ന് പറയുന്നുണ്ടല്ലേ, അതെ, നോഹയുണ്ടാക്കിയ ഒരു പെട്ടകം. അതേ പെട്ടകം, അതേ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലോകത്തിലെ സകല ദുഷ്ടതകളും പ്രളയത്തിനകത്ത് മുങ്ങി നശിച്ചപ്പോഴ് വിശ്വസിച്ച് 8 പേര് പെട്ടകത്തിൽ കൂടി രക്ഷപ്പെട്ടു. അതെ, ഒരു മോശക്കുഞ്ഞ്, ദിവ്യ സ്വഭാവമുള്ള ഒരു മോശക്കുഞ്ഞ്. മോശയുടെ വിശ്വാസം കൊണ്ടല്ല മോശ രക്ഷിക്കപ്പെട്ടത്, അപ്പന്റെ അമ്മയുടെയും വിശ്വാസം മൂലം മോശ ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് രക്ഷപ്പെട്ടു.
വേറൊരു പെട്ടകം നമുക്ക് കാണാം. സമാഗമന കൂടാരത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ഒരു നിയമ പെട്ടകമുണ്ട്. ഒരു നിയമപെട്ടകമുണ്ട്. ആ നിയമപെട്ടകത്തിന്റെ വിശേഷം എന്താണെന്നറിയാമോ? ആ നിയമപെട്ടകത്തിന്റെ മുകളില് ദൈവത്തിന്റെ ഷെക്കേന ഗ്ലോറി ഇറങ്ങി വരും. പെട്ടകം എവിടെയുണ്ടോ അതിന്റെ മുകളില് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. വിശ്വാസത്തോടെ നമുക്ക് ചില പെട്ടകങ്ങൾ ഉണ്ടാക്കാം. ഈ നാളുകളില് നമ്മുടെ ഭവനത്തിനകത്ത് ഒരു പെട്ടകം ഉണ്ടാക്കാം. വചനം കൊണ്ടൊരു പെട്ടകം, അതെ, പിന്നെ പ്രാർത്ഥന കൊണ്ടൊരു പെട്ടകം, വിശ്വാസം കൊണ്ടൊരു പെട്ടകം, ദൈവത്തിന്റെ വചനം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് അതിനകത്ത് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ മുങ്ങിപ്പോകുന്ന ഈ ലോകത്തിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ഭാവിയുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവിയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ അമ്രാമിന്റെയും യാക്കോബേദിന്റെയും വിശ്വാസത്തിന് അവർക്കൊരു പ്രതിഫലവും ഉണ്ടായിരുന്നു. അവർക്കൊരു റിസൾട്ടും കിട്ടി. അതിനൊരു റെസ്പോൺസ് കിട്ടി. അവർക്ക് എന്താണെന്നറിയാമോ റെസ്പോൺസ്? ദൈവം ചില അധികാരികളുടെ ഹൃദയങ്ങളെ അങ്ങോട്ട് ചലിപ്പിക്കാൻ തുടങ്ങി. ദൈവം ഫറവോന്റെ പുത്രിയുടെ ഹൃദയത്തെ അങ്ങോട്ട് ചലിപ്പിക്കാൻ തുടങ്ങി. ആ സമയമായപ്പം കുഞ്ഞൊരൊറ്റ വാവിട്ട് ഒരൊറ്റ കരച്ചില്. അതുവരെ കുഞ്ഞ് കരഞ്ഞില്ലയോ എന്തോ എനിക്കറിയില്ല. അതുവരെ കുഞ്ഞ് കരഞ്ഞായിരിക്കും, പക്ഷെ ഇവരുടെ ആരുടെയും ചെവിയിലെത്തിയില്ല. ആ തക്ക സമയത്ത് കൊച്ചൊരൊറ്റ കരച്ചില്. ഇപ്പൊ പുറപ്പാട് 2:6 വായിച്ചു കഴിഞ്ഞാല് ഇങ്ങനെയാ വായിക്കുന്നത്. അവൾ ഫറവോന്റെ പുത്രി, അവളത് തുറന്നാറെ പൈതലിനെ കണ്ടു, കുട്ടി ഇതാ കരയുന്നു. കുട്ടി അപ്പോഴേ കരഞ്ഞുള്ളോ? എനിക്ക് തോന്നുന്നില്ല. ഒരു കുഞ്ഞല്ലേ, കുഞ്ഞ് കോപ്പറേറ്റ് ചെയ്യത്തില്ലല്ലോ ഒരിക്കലും. കുഞ്ഞെ ഇപ്പോഴേ കരയാവുള്ളൂ. ഞാൻ ഒരിടത്ത് വരെ ഒരു ജോലി ചെയ്യാൻ പോവാ, 10:05 കരയാവുള്ളൂ എന്ന് പറഞ്ഞാൽ കരയുന്ന കുഞ്ഞാണ് നമ്മുടെ കുഞ്ഞ്. ഒരിക്കലും അല്ല. കൊച്ചു കരയും. കൊച്ചു കംഫർട്ടബിൾ അല്ലാത്തപ്പോഴൊക്കെ കുഞ്ഞു കരയും. ഇവിടെ ഇതാ അവര് തുറന്നപ്പോൾ അവരപ്പോഴാ കാണുന്നത് കുഞ്ഞ് കരയുന്നത് ശ്രദ്ധയിൽപ്പെടാൻ തക്കവണ്ണം. കുഞ്ഞ് കരഞ്ഞപ്പോൾ അലിവ് തോന്നാനായിട്ട് ഫറവോന്റെ പുത്രിയുടെ ഹൃദയത്തെ ചലിപ്പിച്ച ദൈവത്തിന്റെ പ്രവൃത്തി. ഒരപ്പന്റെ അമ്മയുടെ വിശ്വാസം ഫറവോന്റെ പുത്രിയുടെ ഹൃദയത്തെ ചലിപ്പിച്ചു. അവൾ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു, ഇത് എബ്രായരുടെ പൈതങ്ങള്. വിശ്വസിക്കുന്നവരുടെ കുഞ്ഞുങ്ങളെ കണ്ടാ അറിയാം. വിശ്വാസമുള്ള ഒരു അപ്പന്റെ അമ്മയുടെ കുഞ്ഞുങ്ങളെ കണ്ടാ അറിയാം. അത് ലോകത്തിന് നോക്കിയാൽ മനസ്സിലാകും ഇവരുടെ മേലെ എന്തോ ഒരു ദിവ്യത്വം ഇവരെ പൊതിഞ്ഞിട്ടുണ്ട്. ഇവരെ ചില പ്രാർത്ഥനയുടെ കവചം ഇവർക്കുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് ആരോ നിലവിളിക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് ആരോ ഇടിവ് നിൽക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ മനസ്സിലായി ഇത് എബ്രായരുടെ പൈതലിൽ ഒരെണ്ണമാണ്. നോക്കണം, അമ്രാമിന്റെയും യാക്കോബിന്റെയും വിശ്വാസത്തിന് ഒരു പ്രതിഫലം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. അവരുടെ വിശ്വാസത്തിന് ഒരു റെസ്പോൺസ് ചിലരുടെ ഹൃദയങ്ങളെ ചലിപ്പിച്ചു. എന്നാൽ അതേസമയം തന്നെ ഇവരുടെ വിശ്വാസത്തിന് ഇവർക്കൊരു പ്രതിഫലവും ലഭിച്ചു. വിശ്വാസത്തിന് പ്രതിഫലം ഉണ്ടെന്നുള്ളത് നമുക്ക് 11-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും അവർ വിശ്വസിക്കേണ്ടതല്ലയോ? ഇവർ വിശ്വസിച്ചവരുടെ വിശ്വാസമൊന്നും വെറുതെ പോയില്ല. ഇവരുടെ ആന്റിസിപ്പേഷനും ഇവരുടെ അപ്രീസിയേഷനും ഒന്നും, ഇവരുടെ പ്രവൃത്തിയും ഒന്നും വെറുതെ പോയില്ല. ഇവരുടെ അധ്വാനം ഒന്നും വെറുതെ പോയില്ല. അവർക്കൊരു പ്രതിഫലം അവർക്കുണ്ടായി. അവർക്ക് പ്രതിഫലം ഉണ്ടായത് എന്താ? അവരുടെ ഭവനം മുഴുവൻ രക്ഷപ്പെട്ടു. അവരുടെ മറ്റു കുഞ്ഞുങ്ങൾ മിര്യാമിനെയും അഹരോനെയും എല്ലാം തന്നെ അവര് ശത്രുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഇടയായിട്ട് തീർന്നു. തന്നെയല്ല, മറ്റൊരു കാര്യം, മിര്യാമിന് ഫറവോന്റെ പുത്രിയെ സെർവ് ചെയ്യാൻ, ഫറവോന്റെ പുത്രിക്ക് ഒരു സഹായം എത്തിക്കാൻ മിര്യാമിനെ ദൈവം ഉപയോഗിച്ചു. അപ്പന്റെ അമ്മയുടെ വിശ്വാസം മൂലം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങള് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ ദൈവകരങ്ങളിൽ അവർ പ്രയോജനപ്പെടാൻ ഇടയായി തീരും. അതെ, എവിടെയോ നിരുന്ന ഫറവോന്റെ പുത്രി ഇതാ നൈൽ നദിയിൽ മുതല കിടക്കുന്നിടത്ത് അവിടെ വന്ന് നിൽക്കുക, കുളിക്കാൻ വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഭവനത്തിലിരുന്ന മിര്യാം നൈൽ നദിയുടെ അരികിൽ പോയി നിൽക്കുകയാണ്. ദൈവം ഉപയോഗിക്കുന്നു. വിശ്വസിക്കുന്ന അപ്പന്റെ അമ്മയുടെ മകളായ മിര്യാമിനെ ദൈവം കരങ്ങളിൽ എടുത്തു. ജാതികൾക്ക് അവളൊരു സഹായമായിട്ട് തീരേണ്ടതിന്. നിങ്ങൾക്ക് സഹായം വേണോ? നിങ്ങൾക്ക് സഹായം എന്തെങ്കിലും വേണോ? എന്ത് സഹായം? എങ്ങനെ അവൾ സഹായിച്ചത്? പുറപ്പാട് 2:9 വായിക്കുന്നു, ഫറവോന്റെ പുത്രി അവളോട്, നീ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തണം, ഞാൻ നിനക്ക് ശമ്പളം തരാം. അമ്മയോട് പോയി പറഞ്ഞു, കുഞ്ഞിന് പാല് കൊടുക്കാൻ ആള് വേണോ? ഞാൻ തിരക്കിക്കൊണ്ടുവരാം.
എന്ന് പറഞ്ഞു. അത് ഒരു പക്ഷേക്ക് നിരസിക്കാമായിരുന്നില്ലേ? നീ കൊണ്ടുവരുന്നവരെ ഞങ്ങൾക്ക് വേണ്ടെന്ന് ഒരു പക്ഷെ പറയരുതാഞ്ഞോ? ഇല്ല. ദൈവം നോക്കണം എത്രമാത്രം ആഴമായിട്ട് ആ ഫറവോന്റെ പുത്രിയുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു. അതുകൊണ്ടല്ലേ ഈ തൊട്ടിൽ കിടക്കുന്നത് എബ്രായ കുഞ്ഞാന്ന് മനസ്സിലായെങ്കിൽ ഈ നിൽക്കുന്ന മിർയാം എബ്രായരുടെ മോളാണെന്ന് മനസ്സിലാവാതിരിക്കുവോ? തീർച്ചയായിട്ടും മനസ്സിലായി. എബ്രായരുടെ മോള് കൊണ്ടുവന്നാൽ ആരെയാ കൊണ്ടുവരുന്നത്? എബ്രായരുടെ കൂട്ടത്തിൽ നിന്നല്ലേ ഒരു തള്ളെ കൊണ്ടുവരുവുള്ളൂ. നോക്കണം ദൈവം എങ്ങനെയാണ് ആ ഫറവോന്റെ പുത്രിയുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചതെന്ന്. ചരിത്രം പറയുന്നു, ആ ഫറവോന്റെ പുത്രി പിന്നീട് ഈ ഇസ്രായേലിന്റെ ദൈവത്തിൽ വിശ്വസിച്ചു എന്നും സമ്മിശ്ര ജാതികൾ ഇസ്രായേൽ മക്കളുടെ കൂടെ അവിടുന്ന് ഫറവോന്റെ മിസ്രൈമിൽ നിന്ന് വിട്ടുപോരുമ്പോൾ സമ്മിശ്ര ജാതി ഉണ്ടായിരുന്നല്ലോ, ആ സമ്മിശ്ര ജാതിയുടെ കൂടെ ഈ ഫറവോന്റെ പുത്രിയും ഉണ്ടായിരുന്നു എന്നും ചില എബ്രായ ഡോക്യുമെന്റ്സിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. സാധ്യതയുണ്ട്. കാരണം ദൈവപ്രവൃത്തി കണ്ടവൾ അവള്. എന്തായാലും കൊള്ളാം, ഇവരുടെ വിശ്വാസത്തിനൊരു പ്രതിഫലം ഉണ്ടായി. എന്തായിരുന്നു പ്രതിഫലം? കുട്ടിയോട് അലിവ് തോന്നി. നമ്മുടെ തലമുറയോട്, അതെ, ലോകത്തിന്റെ ചില കാണ്ടാമൃഗങ്ങൾക്ക് അലിവ് തോന്നണമെങ്കിൽ നമുക്ക് ദൈവത്തിൽ ഇങ്ങനെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്കൊന്ന് വിശ്വസിക്കാം. ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി ചില ഞാങ്ങണപ്പെട്ടോ നമുക്കൊന്ന് പണിയാം. പ്രാർത്ഥന കൊണ്ടും ആരാധന കൊണ്ടും ദൈവത്തിന്റെ വചനം കൊണ്ടും നമ്മുടെ ഭവനത്തിനകത്ത് ഒരു ഞാങ്ങണപ്പെട്ടകം നമ്മൾ പണിഞ്ഞാല്, അതെ, ലോകത്തിന്റെ കഴുകന്മാരുടെ നടുവില് നമ്മുടെ തലമുറകളോട് അവർക്കൊരു അലിവ് തോന്നും. അവർക്കൊരു അലിവ് തോന്നാനായിട്ട് ഇടയായിട്ട് തീരും. നോക്കണം, ആ കുഞ്ഞ് കരയാനിടയായി തീർന്നു. ദാറ്റ്സ് എ റെസ്പോൺസ് ഓഫ് ദെയർ ഫെയ്ത്ത്. ആ കുഞ്ഞിനോട് അലിവ് തോന്നി. അവരുടെ വിശ്വാസത്തിനോടുള്ള റെസ്പോൺസായിരുന്നു, റിവാർഡായിരുന്നു അതൊക്കെ. കുഞ്ഞിന് ശമ്പളം വാങ്ങിച്ചിട്ട് സ്വന്തം അമ്മ ആ കുഞ്ഞിനെ ഫീഡ് ചെയ്തു. നോർത്ത് നോക്കി ആ ദൈവത്തിന്റെ ആ കരുതൽ എത്രമാത്രമായിരുന്നു. ചുരുക്കി പറഞ്ഞാല് അമ്മയും കുഞ്ഞിനെ വീണ്ടും യോജിപ്പിച്ചു. ആ കുഞ്ഞിനെ പ്രസവിച്ച് 3 മാസം കഴിഞ്ഞിട്ട് കുഞ്ഞ് തന്നിൽ നിന്ന് വേർപെടുമ്പോൾ അമ്മയുടെ ഹൃദയത്തിലുണ്ടാകുന്ന വേദന എത്ര വലുതാ. പക്ഷെങ്കില് ആ അമ്മയുടെ വിശ്വാസത്തിന് അവിടെ ഒരു പ്രതിഫലം ഉണ്ടായി. വീണ്ടും അമ്മയും കുഞ്ഞിനെ യോജിപ്പിക്കുന്ന ദൈവം. ചില സമയത്ത് ചിലതിനെ ദൈവം അടർത്തി മാറ്റും നമ്മുടെ ജീവിതത്തിൽ നിന്ന്. ചില ബന്ധങ്ങളെ നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന ചില മോശക്കുഞ്ഞുങ്ങളെ ദൈവം അല്പസമയത്തേക്കൊന്ന് അടർത്തി മാറ്റിവെക്കും. എന്തിനാണെന്നറിയാമോ? അവനാ വലിയവനെന്നറിയാൻ, അവനാണ് ഇതിന്റെ നടുവിൽ പ്രവർത്തിക്കുന്നതെന്നറിയാൻ. എന്നാൽ തക്ക സമയം വരുമ്പോൾ ഈ അമ്മയുടെ കൂടി കുഞ്ഞിനെ റീയുണൈറ്റ് ചെയ്യുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. ഇന്ന് ചില ബന്ധങ്ങൾ ശിഥിലമായിരിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തില്? നമ്മുടെ തലമുറയുമായിട്ടോ ബന്ധപ്പെട്ടോ നമ്മുടെ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ വളരെ വേദനയുണ്ട്. നമുക്കൊന്നും പുറത്ത് പറയാൻ കഴിയാത്ത ചില അവസ്ഥകൾ ഉണ്ടെങ്കിൽ വിശ്വസിക്കുക. അവന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിച്ചാല് ദൈവം അതിനെയൊക്കെ റീയുണൈറ്റ് ചെയ്യാൻ വിശ്വസ്തന. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായിട്ട് ചെയ്യാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന ദൈവത്തിന് നമുക്ക് ഇന്ന് രാവിലെ കാലം മഹത്വം കൊടുക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന വലുതാ. അത് തീയിൽ ശോധന കഴിക്കുന്ന പൊന്നിനേക്കാൾ വിലയേറിയതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് ഈ അമ്രാമിനെ പോലെ ജക്കോബിദിനെ പോലെ ഒരു വിശ്വാസം നമ്മളിൽ വളരട്ടെ. നമ്മളുടെ ഭവനത്തിനകത്ത് ചില അഹരോന്മാർ എഴുന്നേൽക്കട്ടെ. അഹരോൻ ആരാ? ഇസ്രായേലിന്റെ ആദ്യത്തെ മഹാപുരോഹിതൻ. ചില മഹാപുരോഹിതന്മാർ, ചില രാജകീയ പുരോഹിതന്മാർ നമ്മുടെ ഭവനത്തിൽ നിന്ന്, നമ്മുടെ ഉദരത്തിൽ നിന്ന് വന്നതിൽ നിന്ന് എഴുന്നേൽക്കാൻ തക്കവണ്ണം നമുക്ക് ഇന്ന് രാവിലെ ദൈവത്തിലൊന്ന് വിശ്വസിക്കാം. ചില മോശമാര് നമ്മുടെ ഉദരത്തിൽ നിന്ന് പോയതിൽ നിന്ന് ചില മോശമാർ എഴുന്നേറ്റ് വരാനായിട്ട്, ചിലരെ വിടുവിക്കുന്ന, ചില ചെങ്കടലിനെ പിളർക്കാൻ ഉള്ള വിശ്വാസമുള്ള ദൈവകരങ്ങളിൽ ഉപയോഗിക്കുന്ന, അത് സിനായ് പർവ്വതത്തിൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ പറ്റുന്ന ചില മോശമാർ നമ്മുടെ ഭവനത്തിനകത്ത് എഴുന്നേൽക്കട്ടെ. ചില മിർയാമാർ നമ്മുടെ ഭവനത്തിൽ എഴുന്നേൽക്കാൻ ഇടയാക്കട്ടെ. ആദ്യത്തെ കൊയർ ലീഡറാണ് മിർയാം. ഇസ്രായേലിന്റെ ആദ്യത്തെ വർഷിപ്പ് ലീഡറാണ് മിർയാം. തപ്പെടുത്ത് പാടി ആരാധിച്ചു. അതിനായിട്ട് ഒരു ജക്കോബേതായിട്ട് നമുക്ക് തീരാം. അതിനായിട്ട് നമ്മുടെ ഭവനം ഒരു അമ്രാമിന്റെ ജക്കോബിദിന്റെ ഭവനം പോലെ ആയിത്തീരാം. ചില ഞാങ്ങണപ്പെട്ടകങ്ങൾ നമുക്ക് ഈ നാടുകളിൽ ഒന്ന് ഉണ്ടാക്കാം. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് പിറക്കുമെന്ന്?
നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ദൈവം തന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ചില പെട്ടകങ്ങൾ ഉണ്ടാക്കി ചില അറേഞ്ച്മെന്റ് വിശ്വാസത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? രാജാവിനെയാണോ ഭയക്കുന്നതോ നമുക്ക് നമ്മുടെ ദൈവത്തെ നമുക്കൊന്ന് ബഹുമാനിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മുടെ പേര് ഒരു പക്ഷേ ഒരിടത്തും കാണത്തില്ല, പക്ഷെ വിശ്വാസത്താൽ എന്നുള്ളതിന്റെ കൂട്ടത്തിൽ നമ്മളെ കൂടെ ഒന്ന് ചേർത്ത് വെച്ചാൽ മതി. വേറൊന്നും വേണ്ട. വിശ്വാസത്താൽ എന്നുള്ളതിന്റെ കൂടെ അവനെന്നോ അവളെന്നോ അപ്പനെന്നോ അമ്മയെന്നോ സഹോദരനോ സഹോദരിയെന്നോ വെച്ചാൽ മതി. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അമ്രാമിന്റെ യാക്കോബിന്റെ ഹൃദയത്തിൽ തികഞ്ഞൊരു സ്നേഹമായിരുന്നു. അതുകൊണ്ട് അവർ രാജാവിനെ ഭയന്നില്ല. അവർ വളരെ ബുദ്ധിയോടെ പരിജ്ഞാനത്തോടെ അവർ പെട്ടകമുണ്ടാക്കി. പലപ്പോഴും അതെ, ഇരുട്ട് നിറഞ്ഞ ടണലിൽ കൂടെ ആയിരിക്കും നമ്മുടെ യാത്ര. അങ്ങനെ നമ്മൾ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഇരുട്ടിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുന്നത് കൊണ്ട് അതിന്റെ അർത്ഥം സൂര്യൻ ഉദിക്കുന്നില്ലെന്നല്ലോ. സൂര്യൻ ഉദിക്കുന്നുണ്ട്, ഞാൻ കാണുന്നില്ലെന്നല്ലേ ഉള്ളൂ. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഒരു ടണലിൽ കൂടിയുള്ളൊരു യാത്ര പോലെയാ. അതുകൊണ്ട് ദാറ്റ് ഡസന്റ് മീൻ സൺ ഈസ് നോട്ട് ദെയർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിഷയമാകുന്ന ടണലിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ നീതി സൂര്യൻ അവിടെ ഇല്ലെന്നൊരിക്കലും ധരിക്കരുത്. അവൻ വെളിപ്പെടും. അവൻ ചിറകിന്മേൽ രോഗോപശാന്തിയോടുകൂടെ നമ്മുടെ ജീവിതത്തിന് നടുവിൽ വെളിപ്പെടും. അതുകൊണ്ട് ചില അഹരോന്മാരെയും ചില മോശമാരെയും ചില മിര്യാന്മാരെയും ഉയർപ്പിക്കുന്ന ഒരു അമ്രാമും ഒരു യാക്കോബേതുമായിട്ട് നമുക്ക് ആയിത്തീരാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട്